ഞാൻ ഈ സിനിമയിൽ വരുമ്പോൾ തന്നെ എന്നോട് രാജേഷേട്ടൻ പറഞ്ഞെങ്കിൽ 9 നായികമാരുണ്ടെന്നാ. അപ്പൊ ആ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് കോമ്പിനേഷൻ കുഞ്ഞികൃഷ്ണൻ മാഷ്, ഒരു ജാതി ജാതകമുള്ള ഒരാളെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഞാൻ എന്നെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി കാണാറുണ്ട്. റൊമാൻറ്റിക് സീൻസ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, ആരും തരണ്ടേ. ലൈഫിൽ റൊമാൻറ്റിക് ആണോ? ഭയങ്കര റൊമാൻറ്റിക്. ഭയങ്കര റൊമാൻറ്റിക് ആണ്. ശ്രീനാഥ്, നീ ഒരു മെസ്സേജ് അയച്ചു നോക്ക്. റൊമാൻറ്റിക് മാറ്റിട്ട്. ലോലിനാണ് ശരിക്കും. അതെ, കരിക്കൽ അഭിനയിക്കാൻ വിളിച്ചത്. ഭവൻ ചേട്ടൻ ഒരു ഭയങ്കര ലൂസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എപ്പോഴും പറയും ഞാൻ എങ്ങനെ ലൂസാന്ന് നോക്കിയാൽ ആ ഉള്ളിലൊരു കരാട്ടെ പോയി വരും. അല്ല, ഇതിലൊരു സംഗതി അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് എനിക്കായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ കോമ്പിനേഷൻ സീൻസ്, അങ്ങനെയുള്ള സീൻസ് ഒക്കെ കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു എന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിന് മുമ്പ് ഇങ്ങനെ ഒരു സീൻ ചെയ്തിട്ടില്ല, ബാബുചേട്ടനും ചെയ്തിട്ടില്ല. വിനീത് ഈ സിനിമയിൽ ഡാഷ് ചെയ്യുന്നുണ്ട്, ഡാഷ് ആവുന്നുണ്ട്, വേറൊരു ഡാഷ് ഉണ്ട്. അങ്ങനെ കുറെ പുതിയൊരു വിനീത് ശ്രീനിവാസനാണ്, ഒരു ഡിഫറെന്റ് വിനീത് ശ്രീനിവാസനാണ്. ഇപ്പൊ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന ക്യാരക്ടറാണ്. സിനിമയിൽ എനിക്ക് ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു കഥാപാത്രമാണ്. ഒരു നല്ലൊരു ഗാങ്സ്റ്റർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മുടെ ഇപ്പൊ കാസർഗോഡ് പോലത്തെ മൂവി ചെയ്തപ്പോ അതിലും ഇതുപോലെ ഗാങ്സ്റ്റർ, അതില് ശരിക്കും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ? സ്വന്തം വീട്ടിൽ അമ്മാവനാവണ്ടെന്ന് വെച്ചിട്ടാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഒരു ജാതി ജാതകം സിനിമയുടെ വിശേഷമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ നമ്മളോട് കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സൈറോർ ചേച്ചി. നമസ്കാരം. വിനയേട്ട, ഋതുരേട്ട, പൂജ, നമസ്കാരം. അപ്പോൾ എന്തായാലും വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ശരിക്കും വിനയേട്ട, ഇപ്പത്തെ ജാതകം കറക്റ്റ് ആണോ? സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. എന്റെ ആണോ? നോക്കിയിട്ടില്ല, നോക്കിയാൽ എന്താ അവസ്ഥ അറിയില്ല. പക്ഷെ നല്ല ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ ജാതകം ഇപ്പൊ പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല എന്നാ പറയുന്നത്. അല്ലെ മൃദുലേട്ടനൊക്കെ കൂടെ തന്നെ കട്ടയ്ക്ക് കൂടെ നല്ല ആൾക്കാർ ആദ്യം പറഞ്ഞത്. വളരെ നല്ല ആൾക്കാർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ജാതി ജാതകം ഇപ്പൊ തിയേറ്ററിലേക്ക് വരാൻ പോവാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള നമുക്ക് അതിന്റെ ട്രailerസും എല്ലാം കണ്ടു, പാട്ടുകൾ കണ്ടു. അപ്പൊ എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗിലാണ്. ശരിക്കും ഇപ്പൊ വിനയേട്ടൻ സെലക്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയൻസിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വിനീതിനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ വരാറുണ്ട്. അങ്ങനെ വരാറുണ്ട്, വളരെ നന്നായിട്ട് വരാറുണ്ട്. അപ്പൊ ഈ കഥാപാത്രം സെലക്ട് ചെയ്തത് എങ്ങനെയാണ്? അല്ല, ഇതിന്റെ കഥ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ എൻ്റെ കസിൻ ബ്രദറാണ് ഇത് എഴുതിയിട്ടുള്ള, രാകേഷേട്ടനാണ്. തിരയും ഗോതയും ഈ 2 സിനിമയുടെ റൈറ്റർ അദ്ദേഹമാണ്. അപ്പോൾ ഇത് വന്ന് പറഞ്ഞപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് കുറേ ഇതുപോലെയുള്ള കഥകൾ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു സിമിലർ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ക്യാരക്ടറിൻ്റെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിലിൽ വരുന്ന വിഷയമുണ്ടല്ലോ, അത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് തോന്നി. അത് ഒറ്റയടിക്ക് കഥയായിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്ന പോലത്തെ ചില ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ഹുക്ക് ചെയ്തത്. ശരിക്കും റിയൽ ലൈഫിൽ എവിടെയെങ്കിലും കണക്ട് ആയിട്ടുണ്ടോ ഈ കഥ? പലരുടെയും ലൈഫിൽ നടന്ന കുറെ ഇൻസിഡൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതെ. മൃദുലേട്ടാ, ഇപ്പൊ ഇതിന്റെ കഥയൊക്കെ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ ഒരു ജാതി ജാതകമുള്ള ഒരാളെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ കഥേന്റെ മൊത്തത്തിൽ അല്ലാതെ നോക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? പക്ഷെ വളരെ നല്ല മനുഷ്യൻ, പറയുന്ന കാര്യങ്ങളിൽ വാക്കുകളൊക്കെ വളരെ വ്യക്തതയുള്ള മനുഷ്യൻ, ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ. അങ്ങനെ എന്തിനാ തോന്നുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയല്ല, ഒരു ജാതി ജാതകം ഇപ്പൊ നമ്മള് ഈ പണ്ട് പറയില്ലേ, അതായത് കളിച്ച വഴിയെ നടന്നില്ലെങ്കിൽ നടന്ന വഴിയെ അതുപോലെ എന്തൊരു ജാതകട എന്ന് പറയുന്ന അവസ്ഥയാണ്. ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ഉറപ്പിച്ചായിരുന്നു എന്റെ മേഖല സിനിമയാണ്? ഇല്ല, ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഈ വകതിരിവ് വരുന്ന പ്രായത്തിന് ശേഷം ഉറപ്പിച്ചായിരുന്നു. അതുവരെ വീട്ടുകാർ നമ്മളെ തള്ളി വിടാണല്ലോ, നീ ഇങ്ങനെയാവും അങ്ങനെയാവുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ഷാറൂഖ് ഖാൻ ആവണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ആഗ്രഹം കേട്ടോ, കോട്ടയണ്ട, ഈ മുഖം വെച്ചിട്ടാണോ നീ ഷാറൂഖ് ഖാൻ എന്നുള്ളത് നിരോധിക്കുന്നു. ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? എടാ നീ പോകുന്ന വഴി കറക്റ്റ് ആണെന്ന് പറഞ്ഞതാണ്. എന്റെ അങ്കിള് സിനിമാറ്റോഗ്രാഫറാണ്. അപ്പൊ പുള്ളിയുടെ വൈഫ് ജേർണലിസ്റ്റ് ആണ്. പുള്ളിക്കാരത്തെയാണ് ഏറ്റവും കൂടുതൽ തള്ളിവിട്ടത് ഈ ഫീൽഡിലേക്ക്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ സകലകലാ വല്ലഭൻ എന്ന് പറയുന്നത് സകലകലാ വല്ലഭി ആയിരിക്കുന്നത്. മ്യൂസിക് ഡയറക്ട് ചെയ്യും, പാട്ട് പാടും, അഭിനയം എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട് ഈ സിനിമയിലെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ് ഇത്. ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത് എനിക്ക്. അപ്പം
ഇതിൻ്റെ റൈറ്റർ ആക്ച്വലി രാകേഷ് ഏട്ടനും അനഘയും കൂടി ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ആക്ച്വലി ഇങ്ങനെ പറഞ്ഞു വണ്ടർ വിമൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ കണ്ണൂർ ഡയലക്റ്റും ഒക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി എന്നെ സെലക്ട് ചെയ്ത് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ബിക്കോസ് ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വന്നു ആൻഡ് ഐ എം റിസീവിങ് ഇറ്റ്. ഓക്കെ, എന്തായാലും ഞങ്ങൾ വെയിറ്റിംഗിലാണ് എന്താണ് ഇതിൽ കാണിച്ചേക്കുന്ന മാജിക് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ പൂജയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂജയ്ക്ക് പുതിയ ഒരു പേരുണ്ട്, ഹിറ്റ് സിനിമകളിലുള്ള കുട്ടിയാണ്, ഒരു രാശിയുള്ള കുട്ടിയാണെന്ന് പറഞ്ഞത് ഇൻഡസ്ട്രിയില്. നല്ലതാ ആ പേര്. അപ്പൊ ഇപ്പൊ ഈ സിനിമയിലെ പൂജയുടെ കഥാപാത്രം എന്തായിരുന്നു? ഞാൻ വിനീതിന്റെ ചേച്ചിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ കുടുംബം, അപ്പോൾ എല്ലാ വീട്ടിലും ഒരു ആങ്ങളേക്ക് കല്യാണം അന്വേഷിക്കുമ്പോൾ പെണ്ണ് കാണാൻ പോകുന്നു, അങ്ങനത്തെ. പിന്നെ അവര് സിബ്ലിങ്സ് തമ്മിലുള്ള ഡൈനാമിക്സ്, അച്ഛനും അമ്മയും തമ്മിലുള്ള ഡൈനാമിക്സ്, അങ്ങനെയൊക്കെ വളരെ റിലേറ്റബിൾ ആയിരുന്നു ഇതിലെ കുറേ കാര്യങ്ങൾ. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് അപ്പൊ വളരെ റിലേറ്റബിൾ ആയിട്ടാണ് നമുക്ക് വായിക്കുമ്പോ ഒത്തിരി എൻജോയ് ചെയ്ത് വായിച്ചതായിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ്. അതേപോലെ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തൊരു പടമാണ്. ശരി, ഇതിൽ ശരിക്കും ഇപ്പൊ വിനീതേട്ടനും ഇത്രയും കുട്ടികളൊക്കെ ഇരുന്നു, നമുക്ക് പഴയ സിനിമകളിലേക്കൊക്കെ പോകുമ്പോൾ ജയറാമേട്ടന്റെ മറ്റേ ശംഭു എന്ന് പറഞ്ഞ പാട്ടും ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരും. ഇത് ഫുൾ ടൈം ഇതിപ്പോ എന്താ പറയാ, ഒരു കോമഡി തന്നെയാണോ, ഒരു A to Z കോമഡിക്കാണോ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്? അതിനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇനി ആൾക്കാർ ചിരിച്ചാലേ കോമഡി ആവുള്ളൂ, അല്ലെങ്കിൽ ട്രാജഡി ആവും. കഥ കേട്ടപ്പോ തന്നെ കണക്ട് ആയിട്ടുണ്ടല്ലോ. ഒരു കാര്യം ചോദിക്കാണ്ട്, നമുക്ക് പഴയ സിനിമകൾ കണ്ടുവന്നതിന്റെ ഒരു ശീലമാണ്. ഇതിൽ ബാബുവാണി ചേട്ടനുണ്ട്. ആ മുതൽ ആരുടെ ഭാഗത്താണ്? വില്ലന്മാരുടെ ഭാഗത്താണോ? ഇല്ല, നമ്മുടെ കൂടെ തന്നെയാണ്. അതെ അതെ അതെ, സമാധാനം. പക്ഷെ ഞാൻ ബാബുവാണി ചേട്ടൻ ലിപ് മൂവ്മെന്റിൽ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അല്ല, ബാബുവാണി ചേട്ടൻ ഒരു ഭയങ്കര ലൂസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതിനകത്ത്. എപ്പോഴും പറയും ഞാൻ എങ്ങനെ ലൂസാന്ന് നോക്കിയാൽ ആ ഉള്ളിലൊരു കരാട്ടെ പോയി വരും എന്ന് പറയും. അല്ല, ഇതിലൊരു സംഗതി അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എനിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ സീൻസ്, അങ്ങനെയുള്ള സീൻസ് ഒക്കെ കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു എന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിന് മുമ്പ് ഇങ്ങനെ ഒരു സീൻ ചെയ്തിട്ടില്ല, ബാബുചേട്ടനും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അതൊക്കെ എന്താ പറയാ, ചില ആകസ്മികമായ. അതെ, ഫൈറ്റ് അല്ല, കൂടുതൽ ചോദിക്കരുത്. മൃദുലേട്ടൻ എന്താ ഇത് പറയുമ്പോഴൊക്കെ ഇതെല്ലാം കണക്ട് ആയി വരുന്നത്? ഇല്ല, ഞാൻ ആ സീൻ ആലോചിച്ചു. ആ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ? ഇല്ല, ഞാൻ ആ സീൻ കണ്ടായിരുന്നു. മൃദുലേട്ടാ, ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ എല്ലാവരും ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നു. ഇപ്പൊ നമ്മുടെ കൂടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്. ഇവരിൽ നിന്നൊക്കെ പഠിച്ചൊരു പാഠം എന്താണ് ഈ സിനിമയിൽ? ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ 2 ക്യാരവൻ ഉണ്ടാവുന്നു. ചുമ്മാ അങ്ങനെ പാഠം പഠിക്കാനുള്ള ഇതൊന്നുമില്ല. ഞാൻ ഈ സിനിമയിൽ വരുമ്പോ തന്നെ എന്നോട് രാജേഷേട്ടൻ പറഞ്ഞെങ്കിൽ 9 നായികമാരുണ്ടെന്നാ. അപ്പൊ ആ എക്സൈറ്റ്മെന്റിൽ ഞാൻ വന്നേ. പക്ഷെ എനിക്ക് കോമ്പിനേഷൻ കുഞ്ഞികൃഷ്ണ മാഷ്, നാരായണേട്ടൻ, രഞ്ജി കാക്കോലി, അതായിരുന്നു. ചന്തുവേട്ടൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറച്ച് ആൾക്കാരായിരുന്നു. ആരായിട്ടായിരുന്നു കൂടുതൽ കംഫർട്ട്? അല്ല, വിനീതായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സീനുള്ളത്. പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്, വിനീത് ഈ സിനിമയിൽ ഡാഷ് ചെയ്യുന്നുണ്ട്, ഡാഷ് ആവുന്നുണ്ട്, വേറൊരു ഡാഷ് ഉണ്ട്. അങ്ങനെ കുറെ പുതിയൊരു വിനീത് ശ്രീനിവാസൻ. അത് സ്പോയിലർ ആവും, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു ഡിഫറെന്റ് വിനീത് ശ്രീനിവാസനാണ്. ഇപ്പൊ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന ക്യാരക്ടറാണ്. കുറച്ച് അതായത് സ്ഥിരം കണ്ട ഒരു വിനീത് ശ്രീനിവാസൻ പടം അല്ലാന്ന് ഞാൻ ഇതിന്റെ ഫസ്റ്റ് കട്ട് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അതായത് വിനീതിനുള്ള ഒരു ഇമേജ് ഇതിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അത് പ്രോബ്ലി ഇതൊരു മരുമക്കത്തായ സിനിമ ആയതുകൊണ്ടായിരിക്കാം അമ്മാവൻ ഡയറക്ട് ചെയ്യുന്നു. കസിൻ മോഹൻ സാറിന്റെയും ഒരു നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സ്ട്രക്ചറിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സിനിമയാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പുതുമ ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഇപ്പൊ ഇത് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് കാണാനുള്ള ആകാംക്ഷ എന്തായാലും കൂടി വരികയാണ്. അതല്ല, ഇപ്പൊ വിനയേട്ടാ, മുകുന്ദനുണ്ണി അസോസിയേറ്റിലെ ഒരു ക്യാരക്ടർ എടുത്തപ്പോ അതൊരു സെപ്പറേറ്റ് ചെയ്തു വന്നേക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അതിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ആ ഒരു കഥാപാത്രം എങ്ങനെയാണ് ഉൾക്കൊണ്ട്, എങ്ങനെ കിട്ടിയ ആ ഒരു ക്യാരക്ടറിനെ? എനിക്ക് ആദ്യത്തെ 1-2 ദിവസം അത് പിടികിട്ടിയിട്ടേ ഇല്ല. ആദ്യത്തെ 1-2 ദിവസം അബി എൻ്റെ അടുത്ത്
അതിങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണത് പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. അപ്പോൾ ഒരു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ട് അത് എനിക്കൊന്ന് രണ്ടാമത്തെ ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോൾ സ്പോട്ട് എഡിറ്റ് ഞാൻ ചുമ്മാ പോയിട്ട് കണ്ടു. അതുവരെ ഫസ്റ്റ് ഡേ അവനിങ്ങനെ ഓക്കെ ഭയങ്കര റോബോട്ടിക് ആയിട്ടാണ് എല്ലാ ആക്ടിവിറ്റീസും. അയാൾക്ക് മൂവ്മെൻറ്റ്സ് കുറവാണ് മൂന്തനുണ്ണിക്ക്. പിന്നെ മോഡുലേറ്റ് ചെയ്യുന്നത് കുറവാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പോസസ് ഒന്നും ഉണ്ടല്ലോ, അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബേസിക്കലി ഞാൻ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാനേ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കെട്ടിയിട്ട് അഭിനയിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അബി എന്തെങ്കിലും ഒരു സാധനം, എനിക്ക് അബീനെ വിശ്വാസമുണ്ട്, അപ്പോൾ അബി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അബീൻ്റെ ബ്രീഫിങ്ങും ഭയങ്കര സ്പെസിഫിക്കാണ്. നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഹെയറിൻ്റെ പാർട്ടീഷൻ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിലൊക്കെ അവനത് കറക്റ്റ് ചെയ്യും. അപ്പോൾ എന്താ ഇവൻ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് ആദ്യത്തെ ദിവസം കിട്ടിയിട്ടില്ല. സെക്കൻഡ് ഡേ മറ്റോ ഞാനത് സ്പോട്ട് കണ്ടപ്പോഴാണ് ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ബോഡി മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യുമല്ലോ, ബോഡി ഹെഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മുടെ പതിവ് താളത്തിലുള്ള സംസാരം നിർത്തി. നമുക്ക് എപ്പോഴും ഡയലോഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പോസസ് ഉണ്ടല്ലോ, ആ പോസസിൽ ഇത് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലോഗരിതം ടേബിളൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന പോലെ ഡയലോഗ് മൊത്തം കാണാതെ പഠിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ച് പറയേണ്ടി വരില്ല. അപ്പോൾ പിന്നെ എൻ്റെ എഫേർട്ട് അതിനായിരുന്നു, മാക്സിമം മെമ്മറൈസ് ചെയ്യുക, എന്നിട്ട് എന്താ പറയുക ഒരു സ്റ്റോൺ ഫേസ് വെച്ച് അധികം മൂമെൻറ്റ്സ് ഇല്ലാണ്ട് അത് ഡെലിവറി ചെയ്യുക എന്ന് പറയുന്നൊരു സംഗതിയായിരുന്നു. അതിലൊരു പർട്ടിക്കുലർ സീൻ ഉണ്ടായിരുന്നു, സുരാജേട്ടൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നത്. അത് ഞാൻ ഡെയിലി ആ സീൻ എടുത്തിട്ട് ഞാനൊരു 2 ആഴ്ചയോളം ഡെയിലി രാവിലെ എഴുന്നേറ്റ് അത് വായിക്കുമായിരുന്നു. കാരണം അതൊരു സിംഗിൾ ഷോട്ടിൽ അബി പോകാൻ ചാൻസ് ഉണ്ടെന്ന് അബിയുടെ ഒരു സംഗതി അങ്ങനെയാണ്. അവന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സീനുകൾ അവനൊരു സിംഗിൾ ഷോട്ട് അങ്ങ് പോകും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ തെറ്റാൻ പാടില്ല. അതിനകത്ത് മറ്റേ ടെക്നിക്കൽ ടെർമിനോളജീസ് കുറേ ഉണ്ട്. എവിടെയും അങ്ങനത്തെ സ്ഥിരം പോസൊന്നും കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അത് ഈ മെമ്മറൈസ് ചെയ്ത് പക്കയായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ ഡെയിലി രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇതിങ്ങനെ മെമ്മറൈസ് ചെയ്യും. ഫൈനലി ആ സീൻ എടുക്കുന്നൊരു സംഗതി വന്നപ്പോഴേക്കും ഞാനത് ചെയ്തു, ഒറ്റയടിക്ക് അങ്ങ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഉടനെ അവനിങ്ങനെ പറഞ്ഞു ഇത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്തല്ലോ എന്ന്. ഞാനവനെ ഒരു നോട്ട് നോക്കി, അവൻ അറിഞ്ഞുകൂടാ ഞാനത് എത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതുപോലെ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുള്ള സീനുണ്ടോ ഒരു ക്യാരക്ടർ തന്നിട്ട്? ഞാനാകെ 2 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡബിങ് ചെയ്ത സമയത്ത് ഹേജുവിൻ്റെ സമയത്ത് ഞാൻ തൃശക്ക് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും വിചാരിച്ച ഒരു റൊമാൻറ്റിക് കോൺവെർസേഷൻസ് ഉണ്ട്, അവർ രണ്ടുപേരും റൊമാൻസ് ഇതാക്കുന്ന അത് ഈസിലി ചെയ്യാൻ പറ്റും എന്നായിരുന്നു. മറ്റേത് ഒരു ബൈപ്പോളാർ ക്യാരക്ടർ ചെയ്ത് ഷൗട്ട് ചെയ്യുന്നതും അതൊക്കെ ഡബിങ്ങിൽ ഈസിലി എനിക്ക് കിട്ടി. പക്ഷെ റൊമാൻസ് ഭയങ്കര ടഫായിരുന്നു എനിക്ക് ആക്ച്വലി. അല്ല ബേസിക്കലി ജീവിതത്തിൽ അങ്ങനെയല്ല, പക്ഷെ ഡബിങ് ചെയ്യുമ്പോൾ ഞാൻ ബ്ലഷ് ചെയ്തോണ്ടിരിക്കുക. നിവിന്റെ ഡയലോഗ് വരുമ്പോൾ ഞാൻ ഇവിടുന്ന് ബ്ലഷ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അത് കുറച്ച് എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് തോന്നി. ഞാൻ ഈസിലി ചെയ്യണ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അതെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഇല്ല. അതാ ഡബിങ്ങിന്റെ ഏരിയയില്. ഇതിലിപ്പോ വണ്ടർ വിമൻ കഴിഞ്ഞിട്ട് എന്റെ 2ാമത്തെ പടമാണ്. അതുകൊണ്ട് അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് വളരെ ഇത് നിഷ്കളങ്കത്ത് നിറഞ്ഞ സംസാരമാണ്. ഇത് സ്റ്റേജിൽ കയറുമ്പോ കണ്ടിട്ടുണ്ടോ? നേരെ ഓപ്പോസിറ്റ് ആവും. അയ്യോ ഇവ സ്റ്റേജിൽ കയറുന്ന കണ്ടിട്ടുണ്ടോ? അത് ഇപ്പൊ ട്രെൻഡാണ്. ഇപ്പൊ എന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസൻ എവിടെ തൃശ്ശൂര്, എന്നാ നമുക്ക് പോവാ. ഇപ്പൊ അങ്ങനെയാണ് സ്റ്റേജിൽ കാണാൻ ഭയങ്കരമായിട്ട് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. എന്താണ് ആൾക്കാർ ഇങ്ങനെ? അല്ല സ്റ്റേജ് ഷോസിന് പോകാൻ മൊത്തത്തിൽ ആൾക്കാർക്ക് ഇപ്പൊ ഇഷ്ടമാണ്. നേരത്തെ ഉള്ളതിനേക്കാളും കോൺസേർട്സിന് പോവാന്ന് പറയുന്നത്, അതിപ്പോ വന്നിട്ടുള്ള ജനറേഷൻ അവർ കോൺസേർട്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പണ്ടത്തേനേക്കാളും ക്രൗഡ് എല്ലാവർക്കും വരുന്നുണ്ട്, എല്ലാ ആർട്ടിസ്റ്റിനും ആ ക്രൗഡ് വരുന്നുണ്ട്. കോവിഡിന് ശേഷമാണ് എസ്പെഷ്യലി. നല്ല പാട്ട് വിനീതൻ എവിടെയെങ്കിലും പാടിയത് കേട്ടിട്ടുള്ളവരുണ്ടോ? അവരുടെ മൊബൈലിൽ വീഡിയോ ഉണ്ടെങ്കിൽ തപ്പിപ്പോന്നിട്ടുണ്ട്, എനിക്കറിയാം. അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ ഓരോ ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോ രുദ്രേട്ടാ, സിനിമയിൽ എനിക്ക് ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു കഥാപാത്രമാണ്. ഒരു നല്ലൊരു ഗാങ്സ്റ്റർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ല വില്ലൻ പരിപാടി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത്യാവശ്യം ആക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആക്ഷനിൽ കംഫർട്ടാണ്. കംഫർട്ടാണ് ഏത് തരത്തിലാണെങ്കിലും ഏത് തരത്തിലും
ഏത് ചളിയിലും മറിയാൻ റെഡിയാണ്. നമ്മുടെ ഇപ്പൊ കാസർഗോഡ് പോലത്തെ മൂവി ചെയ്തപ്പോ അതിലും ഇതുപോലെ ഗാങ്സ്റ്റർ ടീമുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതില് ശരിക്കും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് കയറി അതിലൊരു ഉഗ്രൻ എല്ലാം കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള. അല്ല, അതുകൊണ്ടല്ല, ഈ സ്വന്തം വീട്ടിൽ അമ്മാവനാവണ്ടാന്ന് വെച്ചിട്ടാ. അത് ശരിയാണ്. പൂജയ്ക്കുണ്ടോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഇനി ഞാൻ അടുത്തത് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും ആഗ്രഹമില്ല. ഇപ്പൊ എനിക്ക് കിട്ടാത്ത രീതിയിലുള്ള വ്യത്യസ്തമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. ആ ആവേശത്തിലെ ആ ഒറ്റ സീനില് പൂജയുടെ എക്സ്പ്രഷൻ, എന്റെ അമ്മോ, അത് ഒറ്റ ടേക്കിൽ സാധനം ചെയ്തായിരുന്നത്. നമ്മള് കൊറേ ആക്ച്വലി ഫഹദിന്റെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ എടുക്കണം. അപ്പോഴും നമ്മള് കണ്ടിന്യൂസ്ലി നമ്മള് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ രോമാഞ്ചം റിലീസ് ചെയ്യുന്നതിന് മുന്നേ ജിത്തു എനിക്ക് ഈ സീൻ ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ അത് ഏത് സീനാണെങ്കിലും നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരു 6 മാസം ഗ്യാപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് ഷൂട്ട് ആ സീൻ ആക്ച്വലി ഷൂട്ട് ചെയ്തപ്പോ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഇതെങ്ങനെ ചെയ്യും ആ ഒരു മെത്തേഡ് ആക്ടിങ് അതല്ല കവറിലാക്കി കൊണ്ടുവരുന്ന എക്സ്പ്രഷൻ അല്ല, നമ്മളത് എങ്ങനെ ഏത് രീതിയിൽ അവതരിപ്പിക്കാന്നുള്ള അത് ആ ചിന്ത എപ്പോഴും മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് ആ പീരീഡിൽ. അപ്പം എനിക്ക് തോന്നുന്നു അത് അൺകോൺഷ്യസ്ലി അത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ എന്ത് സീൻ കിട്ടിയാലും ഒരു അങ്ങനെ കേക്ക് വോക്ക് അല്ല, അത് നമ്മൾ കേക്ക് വോക്ക് ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രിപ്പറേഷൻ. തോന്നുന്നു നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഇച്ചിരി കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. മൃദുലേട്ടാ, റൊമാൻറ്റിക് സീൻസ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല, ആരും തരണ്ടേ. ലൈഫിൽ റൊമാൻസ് എങ്ങനെ? ഭയങ്കര റൊമാൻറ്റിക് ആണ്. പിടുത്തം കിട്ടാത്തൊരു ക്യാരക്ടറാണ്. ശ്രീനാഥ്, നീ ഒരു മെസ്സേജ് അയച്ചു നോക്ക്. മാറ്റിട്ട് ഭയങ്കര മറ്റേ ലോലനാണ് ശരിക്കും. കരിക്കൽ അഭിനയിക്കാൻ വിളിച്ചത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ സിനിമയിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരികയാണ്. ഇപ്പൊ ഇതിന്റെ മ്യൂസിക്കിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ്, മ്യൂസിക് മാത്രമല്ല അതിന്റെ ഉള്ളിലെ സ്ക്രീൻ പ്ലേ, ആ പാട്ടില് ഫുൾ കളർഫുൾ ആയിട്ടുള്ളൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആ കൂടെ വർക്ക് ചെയ്തതിന് ഒരു ഓൺ ടീം, ഇതിന്റെ ക്യാമറയുടെ പിന്നിലും ഒരുപാട് പേരുടെ നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു വർക്ക് ഉണ്ട് ഇതില്. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവര് ഇപ്പോൾ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന വിശ്വജിത്ത്, വിശ്വൻ നമ്മുടെ ഹൃദയവും മുകുന്ദനുണ്ണിയൊക്കെ വിശ്വനായിരുന്നു. അപ്പോൾ വിശ്വനായിട്ട് ഓൾറെഡി ഭയങ്കര കംഫർട്ട് ഉണ്ട്. വിശ്വൻ എന്നെക്കാളും കൂടുതൽ അടുപ്പം രാകേഷ് ചേട്ടനുമായിട്ടുണ്ട്. അപ്പോൾ രാകേഷ് ചേട്ടൻ്റെ ക്ലോസ് ബഡിയാണ് വിശ്വൻ. അപ്പോൾ അവർ തമ്മിലും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുറേ പേര് എൻ്റെ കൂടെ ഹൃദയത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അസോസിയേറ്റ് അനിലൊക്കെ എൻ്റെ സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ അനിലിൻ്റെ കൂടെയുള്ള പിള്ളേരാണെങ്കിലും 1-2 പേരൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെ ഒരു ടീം വർക്ക്, അതിന്റെ ഒരു ആൻസർ എന്താ പറയാ, അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. നമ്മൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തിയേറ്ററിലേക്ക് വരുന്നത്. ഒറ്റ കാര്യം കൂടി, വിനേട്ട ധ്യാനേട്ടനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അടുത്തൊരു ഉഗ്രൻ ആക്ഷൻ മൂവിയാണ് വരുന്നതെന്ന് പറഞ്ഞു. ആക്ഷൻ മൂവി അല്ല, അത് ധ്യാൻ എല്ലാ സ്ഥലത്തും ചെന്ന് പറയുന്നുണ്ട്. ആക്ഷൻ മൂവിയാണ്, ആക്ഷൻ അല്ല, ത്രില്ലറാണ്. ശരിക്കും നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെയാണ് എപ്പോഴും കാണാൻ പറ്റാറുണ്ടോ? ധ്യാനുമായിട്ട് ലാസ്റ്റ് ഞാനൊരു 2 ആഴ്ച മുമ്പ് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ സംസാരിച്ചാണ്. പിന്നെ അവന്റെ പിറന്നാളിന് ഞാൻ വിഷ് ചെയ്തു. ഓക്കെ. നമ്മൾ ധ്യാനേട്ടനൊക്കെ പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ എപ്പോഴും സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുക. ഇപ്പൊ അടുത്തത് ചേട്ടൻ്റെ ഒരു ആക്ഷൻ മൂവിയാണ് വരുന്നത്. കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ആക്ഷൻ അല്ല, ത്രില്ലറാണ്. ഒരാള് തൊട്ടടുത്ത് ഒരു നല്ലൊരു ക്യാരക്ടർ അതേപോലത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ല, അങ്ങനല്ല, മൃദുല് നമ്മുടെ സുഹൃത്താണല്ലോ, അങ്ങനെ വിളിച്ചതാ. കിട്ടും, വിളിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമുക്ക് എന്തായാലും വളരെ കുറച്ചൊരു സമയമുള്ളൂ. എന്തായാലും ബാക്കി വിശേഷം നമുക്ക് എല്ലാം സ്ക്രീനിൽ കാണാം. ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ശരിക്കും ആ ഇതിൽ പറയുന്ന പോലെ വിനീതന്റെ ക്യാരക്ടറുണ്ട്, നിങ്ങളുടെ കഷ്ടകാലം ഇവിടെ തുടങ്ങിയെന്ന് പറയുന്ന പോലെ ഈ സിനിമയിലെ എല്ലാവരുടെയും നല്ല കാലം ഈ സിനിമയിൽ ഞങ്ങളുടെ ആരംഭിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും വിശ്വാസവും എല്ലാം ഉണ്ടാവും. താങ്ക് യു. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു.